ഇന്ന് നമ്മൾ ഇതുപോലുള്ള ഒരു കട്ടിലിനെ ഇതുപോലെ ആക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കുഷ്യൻ ഹെഡ് ബോർഡ് വരുന്ന ഒരു കട്ടിൽ എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ കട്ടിൽ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം എൻ്റെ ഒരു പഴയ സാരിയും ടൈൽസിൻ്റെ ഒരു വലിയ കാർഡ്ബോർഡ് പീസും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ 2 കാർഡ്ബോർഡ് പീസിൻ്റെ 2 ഭാഗത്തെയും. എന്നിട്ട് ഞാൻ അതിനെ ഇതുപോലെ വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ വച്ച് നോക്കി. ഇവിടെ ഒരു കൂർത്ത പോർഷൻ വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്ര ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു പരിപാടിക്ക് നിൽക്കണേ. അങ്ങനെ 2 പോർഷനും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മുകളിൽ ഒരു പോർഷൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ് ബോർഡ് ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത്രയും എത്തിയപ്പോഴും നമ്മുടെ റൂമിൻ്റെ അവസ്ഥയാണ് കേസ് ഇത്. അങ്ങനെ കട്ടിങ് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു വെൽവെറ്റിൻ്റെ തുണിയാണ് കേട്ടോ എടുക്കുന്നത്. തുണീൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമേ നമുക്ക് വെൽവെറ്റിൻ്റെ തുണി വെച്ച് കിട്ടാനുള്ളൂ. അതുകൊണ്ട് ബാക്കി ബാക്ക് സൈഡ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു യെല്ലോ മെറ്റീരിയലാണ് എടുക്കുന്നത്. സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് ഇതാ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് ഉണ്ട് കേട്ടോ. ഇനി തുണിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. തുണി നമ്മൾ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ 1 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് 2 സൈഡും കട്ട് ചെയ്ത് പൗച്ച് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഉള്ളത്. എന്നിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തു. ഇതാണ് ലുക്ക്. അപ്പോൾ അതിന്മേൽ നിറയെ ബീഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ബീഡ്സ് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കി. ആൻഡ് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ അറിയിക്കണേ. അപ്പോൾ താങ്ക് യു.